ഒരു ദൈവശബ്ദം കേട്ടു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന നമ്മളിലാണെ പറഞ്ഞ ആദ്യം അതൊന്ന് കാണിക്കും. അതല്ല എൻ്റെ ഒരു മര്യാദ അല്ലേ? നാളെ ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഇതൊന്ന് കാണണ്ടേ? ഇതല്ല അബ്രഹാം ആ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ പിന്നിലുള്ളതൊക്കെ ത്യജിച്ചിറങ്ങാൻ തക്ക കരുത്തുള്ളതായിരുന്നു വചനം. അതേ വചനം കൊണ്ടാണ് നമ്മളെയും വിളിച്ചിറക്കിയത്. എത്ര സന്തോഷമാണ്! അബ്രഹാമിനെ വിളിക്കാൻ വേണ്ടി ചിലവഴിച്ച അതേ മൂലധനം ചിലവഴിച്ച് സാധുക്കളായ നമ്മളെയും തമ്പുരാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ വിളിയുടെ മാറ്റും പവിത്രതയും ശ്രേഷ്ഠതയും എത്ര വലുതാണ്. ഇനിയാണ് ഈ യാത്രയിൽ അബ്രഹാം 10 രാജാക്കന്മാരുടെ എതിരിട്ടു. 10 പേരുമായിട്ട് ഏറ്റുമുട്ടി. ഉൽപ്പത്തി ഒരു 12 മുതൽ ഈ കഥകളായി സംഭവങ്ങളാണ്. 13-14 വരുമ്പോൾ ആ യാത്രയിൽ സൊദോം രാജാവിനെ അബ്രഹാം സഹായിച്ചു. ഒരു യുദ്ധത്തിൽ ഒരു അലയൻസ് ഉണ്ടായി. അങ്ങനെ സോദോം രാജാവ് ജയിച്ചു. അപ്പോൾ സോദോം രാജാവ് ഈ കൊള്ള മുതലിൽ ചിലത് അബ്രഹാമിന് കൊടുത്തു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, എൻ്റെ കൂടെ വന്ന സൈനികർ നീ അവരുടെ ഫുഡുമൊക്കെ നോക്കിയല്ലോ, എന്തൊക്കെയല്ലേ അവർക്ക് കൊടുത്തല്ലോ, മതി. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു, അങ്ങനെ നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നീ തരുന്ന ഒന്നും. അവസാനം പറയാം, ചെരുപ്പ് വാറ് പോലും, ഷൂ കെട്ടുന്ന ലേസ് പോലും വേണ്ട. എന്തൊരു നിശ്ചയദാർഢ്യം അല്ലേ? വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു, ഞാനൊരു ദിവസം അനുഗ്രഹിക്കപ്പെടും, അന്ന് നീ പറയരുത് ഞാൻ കൊടുത്ത ഇതൊന്നും. അപ്പോൾ ആദ്യം ഈ ക്ലാസ്സിൽ പഠിക്കണം, ബന്ധിക്കപ്പെടുന്ന ഒരു അനുഗ്രഹവും നമുക്ക് ആവശ്യമില്ലെന്ന് അങ്ങ് തീരുമാനിക്കണം. ഈവൻ മക്കൾ തന്നാൽ പോലും ഭാവിച്ചാൽ അതിനകത്ത് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വേണ്ട നോക്കണം നമുക്ക്. സന്തോഷമല്ലേ? അതേന്ന് മക്കൾ തന്നിട്ടാണ് നമ്മുടെ കാര്യം നടക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോയാൽ അതുപോലും വേണ്ടെന്ന് വെക്കണമെന്ന് ഭക്തൻ. വാശിയൊന്നും അല്ലെന്നേ, നമ്മുടെ വഴി മുകളിൽ. അതുകൊണ്ട് പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ മുഴുവൻ സ്രോതസ്സും തമ്പുരാൻ്റെ പക്കൽ. അതുകൊണ്ടാണ് അന്ന് എത്ര അഭിമാനമാണ്. തമ്പുരാൻ തന്നിട്ടാണ് നമ്മുടെ അനുദിന ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അത് തരുന്നൊരു ശക്തി ഉണ്ടല്ലേ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനൊരു സമർപ്പണം അബ്രഹാം എടുത്ത് തീരുകയും ദൈവത്തിന് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയണ്ടേ? 14 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറയുക, അബ്രഹാമേ അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. വലിയൊരു ദൂതല്ലേ അത്? കാരണം നമുക്ക് ആരൊക്കെയോ വച്ച് നീട്ടിയത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് പറയാനിരുന്നു. അപ്പോഴേ ദൈവം പറയാ, ഞാനാ നിൻ്റെ പ്രതിഫലം. അത് ഹൃദയത്തിലൊന്ന് പതിഞ്ഞ എന്തൊരു ആനന്ദം അല്ലേ? ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് തെറ്റുപറ്റാത്ത ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ അബ്രഹാമിനോട് പറഞ്ഞിട്ട് പറയുക, മറ്റൊന്നുകൂടി, ഞാൻ നിൻ്റെ പരിചയമാണ്. വാളാണെന്നല്ല, പരിചയമാണ്. കാരണം വാള് കയ്യിലുള്ളതിനേക്കാൾ അത്യാവശ്യമാണ് പരിചയെന്ന് പറഞ്ഞിട്ട് തടയാനുള്ള അവൻ്റെ ആയുധത്തിൻ്റെ വീര്യം ഇസ്രയേലിനെ അടിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് ഇത്ര ശക്തി ഉണ്ടെന്ന്.